ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മാംഗോ കസ്റ്റാർഡുമായിട്ടാണ്. തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ മാംഗോ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. പൈനാപ്പിളിൻ്റെ ഒരു കാൽ ഭാഗം അതും ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. പോംഗ്രാനറ്റിൻ്റെ ഒരു അരമുറി എടുത്തിട്ടുള്ളൂ. മാംഗോ 2 എടുത്തിട്ടുണ്ട്. കാരണം മാംഗോ കസ്റ്റാർഡ് ആയതുകൊണ്ട് 2 മാങ്ങ ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഫ്രൂട്ട്സൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് പഴം ചേർക്കാം, ഗ്രേപ്സ് ചേർക്കാം, ഈന്തപ്പഴം ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഈ മാംഗോ കസ്റ്റാർഡിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മാംഗോ പൾപ്പ് എടുക്കുന്നത്. ഇത് ഒരു മാങ്ങയാണ്, അത് ഞാനിങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ആ മാംഗോ പൾപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചേക്കുന്നത്. നമുക്കിത് പാല് തിളച്ച് വരുമ്പോൾ കസ്റ്റാർഡ് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് പാലിനകത്തോട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് മാംഗോ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് ഇതുപോലെ സോസ് പാനിൽ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച ആറിയ പാലാണിത്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഒട്ടും ലംസ് ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി പാല് തിളയ്ക്കുമ്പോൾ ഇത് പാലിനകത്തോട് കുറച്ചായി ചേർത്ത് ഒന്ന് മെല്ലെ ഇളക്കിയെടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ്, പാലിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിനകത്തോട്ട് കുറച്ചായി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പീഡിൽ ഇളക്കരുത്. ഇതിപ്പോൾ ഏകദേശം കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടോ, മെല്ലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ച മാംഗോ പൾപ്പ് കുറച്ചായി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കസ്റ്റാർഡൊക്കെ പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്യാസ് സ്റ്റൗന്ന് മാറ്റി റൂം ടെമ്പറേച്ചറിലാവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ആയിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാവൂ. ഞാനിപ്പോൾ ഓവർനൈറ്റ് ഇത് തണുപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാംഗോ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ അടിയിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ട് മുകളിൽ ഈ മാംഗോ കസ്റ്റാർഡ് വയ്ക്കും. അവിടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മാംഗോ കസ്റ്റർഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.